ചെവിക്ക് നമ്മുടെ ശരീരത്തിലെ 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസാ ഉള്ളത്. സാധാരണ ചെവി കേൾക്കാൻ വേണ്ടിയിട്ടാ ഉപയോഗിക്കുക എന്ന് പറയും. അത് കൂടാതെ എന്താ ഫങ്ഷൻ നോക്കാം. ഉം. ഒന്ന് നമ്മുടെ കേൾവി ശക്തി സാധ്യമാക്കുക. അടുത്തത് ശരീര തുലനാവസ്ഥ. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചെവി ചെയ്യുന്നത്. ബോഡി ബാലൻസ്. അപ്പൊ അതില് നമ്മുടെ കേൾവി അഥവാ ഹിയറിംഗ് എന്നുള്ളത് എങ്ങനെയാണ് ചെവി സാധ്യമാക്കി തരുന്നത് എന്ന് പറഞ്ഞു തരാം. അതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെവിയുടെ ഭാഗങ്ങൾ നോക്കണം. 3 ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഏറ്റവും പുറമെയുള്ള ഭാഗം ബാഹ്യകർണം, പിന്നെ മിഡിൽ ഭാഗം മധ്യകർണം, പിന്നെ ആന്തരകർണം. അപ്പോൾ പുറമേയുള്ള ഭാഗം നോക്കാം. അപ്പൊ ഇതാണ് ഏറ്റവും പുറമെയുള്ള ചെവിക്കൂട. ബാഹ്യകർണത്തിന്റെ ഭാഗമാണ് ചെവിക്കൂട എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ചെവിക്കൂട. അപ്പൊ അതിൽ കൂടെയാണ് ഈ ശബ്ദതരംഗങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്, ശബ്ദ ദിശ തിരിച്ചറിയാന്, പിന്നെ അന്യവസ്തുക്കൾ കയറാതെ സംരക്ഷിക്കാനൊക്കെ ചെവിക്കൂട നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഒരു കർണനാളം ഇങ്ങനെ പോകുന്നത് കാണാം. ഈ കർണനാളത്തിലൂടെ ശബ്ദതരംഗങ്ങൾ ഉള്ളിലേക്ക് പോവുക. അവിടെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടായിരിക്കും. ഈ പൊടിപടലങ്ങളൊക്കെ കയറുന്ന സമയത്ത് പിന്നെ മെഴുകുണ്ടാവും, സെബ് എന്ന് പറയുന്നുണ്ടാവും. അതൊക്കെയാണ് ഈ പൊടിപടലങ്ങൾ കയറുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ചെവിക്കൂടെയും കർണനാളവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ കർണപടം, ഇയർഡ്രം അല്ലെങ്കിൽ ടിംപാനം എന്നൊരു പേര് വരുന്നുണ്ട്. അതെന്താ നോക്കാം. ഒരു 9 മില്ലിമീറ്റർ ഒക്കെ 10 മില്ലിമീറ്റർ വ്യാസം വരുന്ന ഒരു ചെറിയ ഒരു വട്ടത്തിൽ കാണുന്ന ഒരു ഭാഗമാണ് കർണപടം എന്ന് പറഞ്ഞാല്. വളരെ തിക്നെസ് കുറഞ്ഞായിരിക്കും. 0.1 mm തിക്നെസ് മാത്രമേ കന ഉണ്ടാവുള്ളൂ. അത് ഈ ശബ്ദതരംഗം വന്നിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ദിസ് ബ്ലൂ കളറാണ്. അപ്പൊ ഇതിങ്ങനെ ശബ്ദതരംഗം വരുമ്പോൾ അത് അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് നേരെ അസ്ഥി ശൃംഖലയിലേക്ക് വ്യാപിക്കും. അപ്പോൾ അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ്, അത് നമുക്ക് 3 ഉണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് ഓർ സ്റ്റേപ്പിസ്, ഇങ്ങനെ 3 ഉണ്ടാവുക. അവര് വൈബ്രേറ്റ് ചെയ്യും. അപ്പോ ബാഹ്യകർണം കഴിഞ്ഞു, മധ്യകർണം കഴിഞ്ഞു. ഈ വൈബ്രേഷൻ അഥവാ ഈ കമ്പനം അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ പോവാം. സോ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലതാണ് ആന്തരകർണമാണ്. അപ്പൊ ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ നോക്കാം. ഇനി അവിടെ തന്നെ ഒരാൾ കൂടെ പറയാൻ വിട്ടുപോയി, യൂസ്റ്റേഷ്യൻ കനാൽ. അത് പറയാൻ വിട്ടുപോയി. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഈ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ്. 4 സെന്റിമീറ്ററോളം വലിപ്പം വരുന്ന ഒരു കുഴൽ ഇവിടെ കാണാൻ പറ്റും. ഗ്രസനി എന്ന് പറഞ്ഞാൽ ഫാരിങ്സ്, ഈ ഭാഗത്ത് നമുക്ക് ഫാരിങ്സ് അതുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത, അത് എല്ലാ സമയവും അടഞ്ഞിരിക്കും. പക്ഷെ ചില സമയത്ത് ചവയ്ക്കുമ്പോഴും മൂക്ക് ചീറ്റുന്ന സമയത്തൊക്കെയാണ് ഇത് തുറക്കുക. സാധാരണ അടഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ പരിപാടി ഈ പുറത്തുള്ള മർദ്ദവും ഈ മധ്യകർണത്തിനകത്തെ വായും തമ്മിൽ ഒരു ആ പ്രഷർ റെഗുലേഷൻ ഉണ്ടല്ലോ, അത് റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ജോലി. ദെൻ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മങ്ങളും ദ്രാവകങ്ങളൊക്കെ ഒഴുകി പോകുന്നത് ഈ ഒരു യൂസ്റ്റേഷ്യൻ കനാലിലൂടെയാണ്. അപ്പോൾ യൂസ്റ്റേഷ്യൻ കനാലിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഭാഗം വരിക. ഇപ്പോൾ വൈബ്രേഷൻ വന്നിട്ട് അത് നേരെ കർണപടത്തിൽ അഥവാ ടിംപാനത്തിൽ തട്ടിയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യാണ്. അത് അസ്ഥി ശൃംഖലയിലേക്ക് മാറി. ഇനി അത് ഓവൽ വിൻഡോ വഴി കോക്ലിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ മധ്യകർണത്തിനെ കുറിച്ച് നോക്കുക. സോ ദിസ് ഈസ് ദ മധ്യകർണം. സോ മിഡിൽ ഇയർ മധ്യകർണല്ലേ, സോറി, ആന്തരകർണമാണ്. അപ്പൊ ആന്തരകർണത്തിലേക്ക് എത്തി. പറഞ്ഞപ്പോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് ഓവൽ വിൻഡോ കാണാം. ഇത് ഞാൻ ഒച്ചിന്റെ ആകൃതി എന്ന് പറഞ്ഞിട്ട് നിവർത്തി വെച്ചിരിക്കുക. അതിന്റെ അഗ്രമാണിത്. പിന്നെ മധ്യ അറയുണ്ട്, താഴത്തെ അറയുണ്ട്. നമുക്ക് 3 അറകളെ കാണാൻ പറ്റും. മുകളിലൊരു അറ, മധ്യത്തിലൊരു അറ, താഴെ ഒരു അറ, പിന്നെ ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറഞ്ഞ ഭാഗം കാണാം, ബേസിലർ സ്ഥലം കാണാം. അപ്പൊ ഇത് ഇങ്ങനെ വരച്ചത് കൊണ്ട് നമുക്ക് വ്യക്തത വരുന്നില്ല. ഇവിടെ ഒരു ഓവൽ വിൻഡോ എന്ന് പറഞ്ഞൊരു ഭാഗം കണ്ടോ. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം. പിന്നെ റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞ ഇവിടെ വേറൊരു വിൻഡോ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിട്ട് നോക്കണം. ആ കോക്ലിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തെ പൊതിയുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഓവൽ വിൻഡോ. ഞാൻ ആദ്യം കാണിച്ചത്. സോ ദിസ് ഈസ് ദ ഓവൽ വിൻഡോ. കണ്ടോ, ഈ ഭാഗമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ ചിത്രത്തിൽ കാണിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ അതിന് മുറിച്ച് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ആ മുറിച്ച് വരക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 അറകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മുകളിലെ അറ, ഇത് താഴത്തെ അറ, ഇത് മധ്യ അറ. ഈ മുകളിലത്തെ അറയിലും താഴത്തെ അറയിലും നമുക്ക് ഒരു ദ്രവമുണ്ട്. ആ ദ്രവത്തിന്റെ പേരാണ് പെരിലിംഫ്. ഇനി മധ്യത്തിലൊരു അറയുണ്ട്, അതിനെ വിളിക്കുന്ന പേര് എൻഡോലിംഫ്. ഇനി താഴത്തെ അറേന്റെയും മധ്യത്തിലുള്ള അറേന്റെയും ഇടയിൽ നമുക്കൊരു ഒരു ലെയർ കാണാം. ആ ലെയറിനെ നമുക്ക് ബേസിലാർ സ്തരം എന്ന് വിളിക്കാം. ഇവിടെയാണ് ശബ്ദഗ്രാഹികളുള്ളത്. ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെയാണ് നമുക്ക് രോമകോശങ്ങൾ അല്ലെങ്കിൽ ശബ്ദഗ്രാഹികൾ. ഇപ്പം ശബ്ദതരംഗം ഇങ്ങനെ ചെവിക്കുടയിൽ വന്ന് കർണനാളം വഴി കർണപടത്തിൽ തട്ടി പിന്നെ അസ്ഥി ശൃംഖലയിൽ എത്തി, അവിടുന്ന് ഓവൽ വിൻഡോ വഴി
നേരെ കോക്ലിയയുടെ അകത്ത് കയറിയിട്ട് അവിടെ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യല്ലേ, ആ വൈബ്രേഷൻ മനസ്സിലാക്കുന്നതാണ് ശബ്ദഗ്രാഹികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ശബ്ദഗ്രാഹികളെ, ശബ്ദത്തെ ഗ്രഹിക്കാൻ കഴിയുന്നവരാണ് ശബ്ദഗ്രാഹികള്. അപ്പൊ രോമകോശങ്ങളിൽ നിന്ന് ആ കമ്പനം മനസ്സിലാക്കിയിട്ട്, കമ്പനം വൈബ്രേഷൻ, അത് മനസ്സിലാക്കി ആവേഗങ്ങൾ നമ്മുടെ ബ്രെയിനിലെ സെറിബ്രത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന അനുഭവം സാധ്യമാവുക. അപ്പൊ അത് ഈ രീതി പറയാം. കണ്ടോ, ചെവിക്കുട കഴിഞ്ഞ് അങ്ങനെ കർണനാളം വഴി, കർണപടം വഴി നേരെ അസ്ഥി ശൃംഖല, മാലിയസ് ആദ്യം, ഇൻഗസ്, പിന്നെ സ്റ്റേപ്പിസ് കഴിഞ്ഞ് നേരെ ഓവൽ വിൻഡോ വഴി അത് നേരെ കിടക്കുന്ന കോക്ലിയയ്ക്കാണ്. കോക്ലിയയിൽ നിന്ന് അങ്ങനെ പോയി ബേസിലാർ സ്ഥലം വഴി, ബേസിലാർ സ്ഥലത്തിലാണല്ലോ നമ്മുടെ മറ്റേ ഓർഗൻ ഓഫ് കോട്ടി ഉള്ളത്. ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങളുണ്ട്, അവര് ആവേഗങ്ങൾ ഉണ്ടാക്കിയിട്ട് ശ്രവണനാഡിയിലെ ആവേഗങ്ങൾ അങ്ങനെ പോയിട്ട് കേൾവി എന്ന അനുഭവം സാധ്യമാകും. അപ്പൊ ഇങ്ങനെയാണ് ചെവി പ്രവർത്തിക്കുന്നത്. ചെവിയിൽ നമുക്ക് 3 ഭാഗങ്ങളുണ്ട്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പൊ അതിലൂടെയൊക്കെ വളരെ കോംപ്ലക്സ് ആയ ഒരു പ്രവർത്തനമാണ് സാധ്യമാക്കുന്നത്. ഇനി ചെവിക്ക് മറ്റൊരു ഫംഗ്ഷനും കൂടിയിട്ട്, ബോഡി ബാലൻസ്, അതായത് ശരീര സന്തുലനം. ഞാനത് പറഞ്ഞുതരാം.